തമിഴ്നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തില് വലിയ ആഗ്രഹങ്ങളുമായിട്ട് ഒരു പെൺകുട്ടി. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും സൗത്ത് കൊറിയയിൽ പോകണം. കൊറിയൻ ഡ്രാമയും കൊറിയൻ പാട്ടുകളും ഒക്കെ കേട്ട് എങ്ങനെയെങ്കിലും അവിടെ പോകണമെന്ന് സ്വപ്നം കണ്ട് നടക്കുകയാണ് ആ പെൺകുട്ടി. പക്ഷേ എങ്ങനെ അവിടേക്ക് പോകും അത് മാത്രം അവൾക്കറിയത്തില്ല. പോകുവാനായിട്ടുള്ള കാശും അവളുടെ കയ്യിലില്ല. പല വഴികളും നോക്കി. അവരുടെ നാട്ടിൽ തന്നെ ഒരു പയ്യനുമായിട്ട് ഈ പെൺകുട്ടി പ്രണയത്തില. എന്നാൽ ഈ പയ്യനാണെങ്കിലോ കടം കയറി നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയും. ഈ ഒരു സാഹചര്യത്തിലുള്ള പെൺകുട്ടി എങ്ങനെ കൊറിയയിൽ എത്താനാ? എന്നാൽ അവൾ എത്തിപ്പെടും. പക്ഷേ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് അവൾ കൊറിയയിലേക്ക് എത്തുന്നതും. അതെന്തെന്നറിയണ്ടേ? അറിയാത്തൊരു നാട്ടിൽ പെട്ടുപോകുന്ന ഈ പെൺകുട്ടിയുടെ അവസ്ഥ അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണമല്ലോ. ഇന്ന് നമുക്കെങ്കിൽ മനോഹരമായ മെയ്ഡ് ഇൻ കൊറിയ എന്ന ഫീൽ ഗുഡ് തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമമാണ് കാണിക്കുന്നത്. അധികം ആർക്കും തന്നെ ഈ ഗ്രാമത്തെ പറ്റി വലിയ അറിവൊന്നുമില്ല. മാത്രമല്ല ഈ ഗ്രാമത്തിൽ അങ്ങനെ റേഞ്ചുമില്ല. അത്തരമൊരു ചെറിയ ഗ്രാമത്തില് വലിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതാണ് നമ്മുടെ കഥാനായികയെ ശെമ്പ. ശെമ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നാൽ എങ്ങനെയെങ്കിലും കൊറിയയിൽ പോകണം. അവളാണെങ്കിലോ ഈ കെ ഡ്രാമ, കെ പോപ്പ് ഇതിനൊക്കെ വലിയ അഡിക്റ്റ് ആണ്. ശെമ്പ ഇങ്ങനായി മാറാൻ കാരണം എന്തെന്നാൽ ഏകദേശം ശെമ്പ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അവളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. ആ ഒരു പ്രോഗ്രാമിൽ ശെമ്പ അവതരിപ്പിച്ച കഥാപാത്രം എന്തെന്നാൽ വളരെ പണ്ട് കന്യാകുമാരിയിൽ നിന്നും ഒരു രാജകുമാരി കടൽ മാർഗം കൊറിയയിലേക്ക് പോയി. ആ രാജകുമാരി കൊറിയയിലെത്തിയതിൽ പിന്നെയാണ് തമിഴ്നാടിന്റെ കലാചാരത്തെ പറ്റി കൊറിയക്കാർക്ക് അറിയുവാനായും കഴിഞ്ഞത്. പിന്നീട് അതിനുശേഷം ഒരു രാജ്ഞിയെ പോലെയാണ് ആ രാജകുമാരി കൊറിയയിൽ ജീവിച്ചതും. രാജകുമാരിയുടെ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ശെമ്പയ്ക്കാണ് അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ആ ഒരു പ്രോഗ്രാമിന് ശേഷം എല്ലാവരും ശെമ്പയെ രാജകുമാരിയായിട്ടാണ് കാണുന്നത്. ആ രാജകുമാരിയുടെ പേരാണ് ശെമ്പയെ വിളിക്കുന്നതും. അതുകൊണ്ട് തന്നെ ശെമ്പയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. രാജകുമാരി കൊറിയയിൽ പോകുന്ന കഥയൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ശെമ്പയ്ക്കും കൊറിയയെക്കുറിച്ച് അറിയണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ അവൾ കൊറിയയെക്കുറിച്ച് പഠിക്കുവാനായും തുടങ്ങി. ഒരുപാട് പേരോട് കൊറിയയെക്കുറിച്ച് അന്വേഷിക്കുകയും അവർ ഫുഡ് കഴിക്കുന്ന രീതി പ്രാക്ടീസ് ചെയ്യുകയും അവർ കെ പോപ്പല്ലേ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ശെമ്പയും കെ പോപ്പൊക്കെ എൻജോയ് ചെയ്യുവാനായും തുടങ്ങി. എങ്ങനെയെങ്കിലും അവൾക്ക് കൊറിയയിൽ പോകണം. ആ ഒരു ആഗ്രഹം അവളുടെ മനസ്സിൽ വളർന്നു വരികയാണ്. ശെമ്പയ്ക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ പേരാണ് മണി. ശെമ്പയ്ക്ക് കൊറിയയിൽ പോകുന്നത് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം മണിയെയും ഇഷ്ടമാണ്. ശെമ്പയ്ക്ക് കൊറിയയിൽ പോകണമെന്ന ആഗ്രഹം മണിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കൊറിയയിൽ പോകുവാനായിട്ടുള്ള ടിക്കറ്റ് എടുക്ക്, എന്നിട്ട് നീ കൊറിയയിൽ പോകുന്നും മണി പറയുന്നു. അത് കേട്ട ശെമ്പ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി കൊറിയയ്ക്കുള്ള ടിക്കറ്റ് എടുക്കുവാനായി നോക്കും. അരമണിക്കൂർ വെയിറ്റ് ചെയ്, ഇപ്പോൾ ട്രെയിൻ വരുമെന്ന് ആ ഒരു ഓഫീസിൽ നിന്നുള്ള ആൾ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ അരമണിക്കൂർ അതല്ല ഏകദേശം ഒരു ദിവസം മുഴുവൻ അവൾ അവിടെ വെയിറ്റ് ചെയ്തു. ഇതറിയുന്ന ശെമ്പയുടെ അച്ഛൻ അവളെ ഒരുപാട് വഴക്ക് പറയും. നിന്നോട് ആരാ പറഞ്ഞത് ട്രെയിൻ വഴി കൊറിയയിൽ പോകാമെന്ന്? മണിയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ശെമ്പയുടെ അച്ഛൻ ഒരുപാട് വഴക്ക് പറയുന്നു. അവളുടെ ആഗ്രഹം അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് അറിയാം. എന്നാൽ അച്ഛന്റെ ആഗ്രഹം ശെമ്പയെ നന്നായിട്ട് പഠിപ്പിക്കണം. മാത്രവുമല്ല ഈ അച്ഛനാണെങ്കിൽ ഒരു ചെറിയൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്. ആ ഹോട്ടൽ ശെമ്പ വളർന്നു വലുതാകുമ്പോൾ അവളെ ഏൽപ്പിച്ചിട്ട് അത് വലിയൊരു ഹോട്ടലാക്കി മാറ്റണമെന്നാണ് അച്ഛന്റെ ആഗ്രഹവും. എന്നാൽ ശെമ്പയുടെ ഈ കൊറിയയിൽ പോകാനുള്ള ആഗ്രഹം മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേരും പറഞ്ഞ് എന്നും അച്ഛനും അമ്മയും വഴക്കായിരുന്നു. അവൾ വലുതാകുമ്പോൾ ഇതൊക്കെ മാറുമെന്ന അച്ഛൻ പറയുന്നത്. പക്ഷേ വലുതായിട്ടും ആ ഒരു ആഗ്രഹം അവൾ വലുതാകുന്നതിനൊപ്പം അവളോടൊപ്പം വളർന്നു വന്നുകൊണ്ടേയിരുന്നു. അച്ഛന് തന്റെ മകളെ ഒരു ഹോട്ടൽ ഏൽപ്പിക്കണമെന്നും ആ ഒരു ഹോട്ടൽ വലുതാക്കി കൊണ്ടുവരണമെന്നും ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ശെമ്പെ അച്ഛൻ ഹോട്ടൽ മാനേജ്മെന്റും പഠിപ്പിക്കുന്നു. കൊറിയയിലേക്ക് പോകണമെങ്കിൽ കാശ് വേണമല്ലോ. കാശിന് വേണ്ടിയിട്ട് ശെമ്പ ലോൺ എടുക്കാനായിട്ട് ഒരു ബാങ്കിലേക്ക് എത്തും. എന്നാൽ ഒരു ജോലി പോലും ഇല്ലാത്ത ശെമ്പയ്ക്ക് ഏത് ബാങ്ക് ലോൺ കൊടുക്കാനാ? അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയ ബാങ്ക് മാനേജർ ഒരു കാര്യം ചെയ്, നിനക്ക് കൊറിയയിലേക്ക് പോകണമെങ്കിൽ കൊറിയയിലേക്ക് പഠിക്കാനായി പോകുന്നെന്ന് പറഞ്ഞ് ഒരു എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്, കാശ് കിട്ടുമ്പോൾ നിനക്ക് കൊറിയയിലേക്ക് പോകാമല്ലോ എന്നും മാനേജർ പറയുന്നു. അല്ല, നിനക്ക് ഈ കൊറിയയിലേക്ക് പോകുവാനായിട്ട് എന്താ ഇത്ര താല്പര്യം? അതിനു വേണ്ടിയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ സാർ ഇപ്പോൾ ഈ ബാങ്കിൽ തന്നെ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാ? സാറിന്റെ വൈഫിനെ വിവാഹം കഴിച്ചത് എന്തുകൊണ്ടാ? അതൊക്കെ സാറിന് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? അതുപോലൊരു ഇഷ്ടം തന്നെയാ എനിക്കും.
കൊറിയയിലേക്ക് പോകണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണെന്നും ഷെമ്പ പറയുന്നു. അങ്ങനെ ഷെമ്പയാണെങ്കിലോ പാസ്പോർട്ടിനും അപ്ലൈ ചെയ്യുകയാണ്. പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോലീസുകാർ വീട്ടിലേക്ക് വന്നപ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും ആ ഒരു കാര്യം അറിയുന്നത്. അതറിയുന്ന അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ദേഷ്യം വരും. ഷെമ്പയുടെ അമ്മ അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. പക്ഷേ ഷെമ്പയെ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛന്റെ ഒരു സഹായിയാണ്. അമ്മ അച്ഛനടുത്തെത്തിയിട്ട് നിങ്ങൾക്ക് ഇവൾ രാജ്ഞിയായിരിക്കാം, അവളെ ഇങ്ങനെ നിങ്ങൾ വളർത്തിക്കോ, അവൾക്ക് പ്രായമായി, അവളെ വിവാഹം കഴിപ്പിച്ച് വിടുന്ന കാര്യമൊന്നും നിങ്ങൾ ചിന്തിക്കരുതെന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അച്ഛന് ഷെമ്പയെ ഒരുപാട് ഇഷ്ടമാണ്, ഒരൊറ്റ മകളല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷെമ്പയ്ക്കടുത്തേക്ക് എത്തിയ അച്ഛൻ പറയുന്നത്, നീ എന്ത് ചെയ്യുന്നതിന് മുൻപും നീ എന്നോടൊന്നും പറയണം, അല്ലാതെ നീ ഒരു കാര്യവും ചെയ്യരുത്. ഇതുപോലെ നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പേടിച്ചു പോവുകയാണ് ചെയ്യുന്നതെന്നും അച്ഛൻ പറയുന്നു. ഷെമ്പയ്ക്കാണെങ്കിൽ അച്ഛൻ പറയുന്നത് കേട്ട് ആകെ സങ്കടം. മാത്രമല്ല അവൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനയൊക്കെ നടക്കുകയാണ്. അതറിയുന്ന ഷെമ്പ നേരെ എത്തുന്നത് ഒരു ബാറിലേക്കാ. എന്തിനാണ് അവൾ ബാറിലേക്ക് വന്നതെന്നാൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഷെമ്പയ്ക്കൊരു പയ്യനെ ഇഷ്ടമായിരുന്നല്ലോ, മണി. അവനിപ്പോൾ ബാറിലെ വെയിറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മണിയെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഷെമ്പയും എത്തിയിരിക്കുന്നത്. ഷെമ്പ എത്ര വിളിച്ചിട്ടും കോൾ എടുക്കുന്നതേയില്ല. എന്നാൽ മണിയെ ബാങ്കിൽ നിന്നും മാനേജർ വിളിക്കുന്നു. നീ ഇതുവരെയായിട്ടും ലോൺ എടുത്ത കാശ് അടച്ചിട്ടേയില്ല, നീ ഇനിയും അടച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ ഞങ്ങൾ നാണം കെടുത്തുമെന്ന് പറയുമ്പോൾ, ഒരാഴ്ച കൂടി എനിക്കൊന്ന് സമയം തരണം, ഞാൻ കാശ് തിരികെ അടയ്ക്കാമെന്നും മണി പറയുന്നു. മണി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതേ സമയമായിരുന്നു മണിക്കടുത്തേക്ക് ഷെമ്പ വരുന്നത്. ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു, നീ എത്ര നാള് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യും? നീ എന്റെ അച്ഛനോട് വന്ന് സംസാരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കുമെന്നുള്ള കാര്യം ഷെമ്പ പറയുന്നു. എന്നാൽ അത് കേട്ട് മണി വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ഞാൻ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? നിന്റെ അച്ഛനോട് വന്ന് ഞാൻ എന്തെന്ന് ചോദിക്കും? ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്താ? എന്റെ കൂടെ പഠിച്ചവരെല്ലാവരും ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ പോയി അവർ നല്ല ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഞാൻ മാത്രം ദേ ഈ ബാറിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. ഈ ജോലിയും വെച്ച് ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കണോ? മാത്രമല്ല എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടങ്ങളെല്ലാം എന്റെ തലയിലാ വന്ന് മറിഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഇനി ഞാൻ തീർത്തല്ലേ പറ്റൂ. ഇതിനിടയിൽ ഞാൻ ഇനി വിവാഹം കൂടി കഴിക്കണമോ എന്ന് പറഞ്ഞിട്ട് മണി വല്ലാതെ ദേഷ്യപ്പെടുന്നു. എന്നാൽ ഷെമ്പ വിഷമിക്കുന്നത് കണ്ട്, നീ ഒന്ന് സമാധാനപ്പെട്, എനിക്ക് കുറച്ചുകൂടി സമയം താ, ഞാൻ വന്ന് നിന്റെ അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. ഷെമ്പയ്ക്ക് മണിയെന്ന് വെച്ചാൽ ജീവനാണ്. അവനെ അത്രയ്ക്കും വിശ്വാസമാ. അവൻ എന്ത് പറഞ്ഞാലും ഷെമ്പ കേൾക്കും. കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയായിരുന്നു ഷെമ്പ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ നാട്ടിലെ ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തിന് ഷെമ്പയും മണിയും ഒരുമിച്ച് നിൽക്കുന്നത് ഷെമ്പയുടെ അച്ഛൻ കാണുന്നു. അത് കാണുന്ന അച്ഛൻ നേരെ മണിക്കെടുത്ത് വന്നിട്ട്, നിന്റെ കൂട്ടുകാരെല്ലാം ഇന്ന് നല്ല നിലയിൽ ജീവിക്കുകയാണല്ലോ, നീ ഇപ്പോഴും ബാറിലെ വെയിറ്ററായിട്ട് നിൽക്കുന്നു, നിനക്ക് വേറെ ജോലിയൊന്നും ചെയ്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം, അതിൽ വേറെ ആരും ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ടാണ് മണി അവിടെ നിന്ന് പോകുന്നത്. ഷെമ്പയും മണിയും തമ്മിൽ അഫെയറിലാണെന്ന് മനസ്സിലാക്കിയ ഷെമ്പയുടെ അച്ഛൻ അവൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വിവാഹാലോചന കൊണ്ടുവരുന്നു. ആ പയ്യൻ പെണ്ണ് കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുക. പയ്യനാണെങ്കിൽ IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം നല്ല സാലറിയുമുണ്ട്. പയ്യൻ ഷെമ്പയോട് പറയുന്നത്, നിന്റെ അച്ഛൻ പെട്ടെന്ന് ഈ ഒരു വിവാഹം നടത്തുവാനായിട്ട് തീരുമാനിച്ചത് നിന്നെ മറ്റൊരു പയ്യനൊപ്പം കണ്ടതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കണമെന്ന് കരുതി അച്ഛൻ എല്ലാം എന്നോട് പറഞ്ഞു. മാത്രമല്ല നിനക്ക് കൊറിയയിൽ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്നും എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് കൊറിയയിലേക്ക് പോകാമെന്നും ആ പയ്യൻ പറയുമ്പോൾ, അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഷെമ്പ. അവൾ വല്ലാത്ത ടെൻഷനിലായിരുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം നീ ഒരു വിവാഹത്തിന് സമ്മതിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ അവൾ താല്പര്യമില്ല എന്ന് പറയുന്നു. എങ്കിൽ ശരി, ഞാൻ ഈ ഒരു വിവാഹാലോചന മുടക്കുവാനായിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ പയ്യൻ അവിടെ നിന്ന് പോകുന്നത്. അവളോട് അങ്ങനെ പറഞ്ഞിട്ട് പോയ പയ്യൻ വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ വീട്ടിൽ നിന്ന് പോയത്. അതോടുകൂടി ഷെമ്പ ആകെ തകർന്നു പോകുന്നു. മണിക്ക് അവൾ ഒരുപാട് മെസ്സേജ് അയക്കും. എന്നാൽ മണിയാണെങ്കിൽ അവളെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുന്നത് വല്ലാത്ത ദേഷ്യത്തിലാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് കുറച്ച് സമയം വേണമെന്ന്, നീ എന്തിനാ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നെന്ന് പറഞ്ഞാണ് മണി ദേഷ്യപ്പെടുന്നത്. മണിയോട് അവൾ ഒരുപാട് കെഞ്ചി പറയുന്നു, എന്റെ അച്ഛൻ വേറൊരു വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്, നീ വീട്ടിൽ വന്ന് സംസാരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മറ്റൊരാൾ വിവാഹം കഴിക്കുമെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോഴും, നിന്റെ അച്ഛനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ഏകദേശം നല്ല നിലയിലാകണം എന്ന് തന്നെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇവർ രണ്ടും സംസാരിക്കുന്നത് ഷെമ്പയുടെ അച്ഛൻ കാണുകയാണ്. ഷെമ്പയുടെ അച്ഛനാണെങ്കിലോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നേരെ മണിക്കിട്ടൊരെണ്ണം കൊടുക്കും. എന്നിട്ട് മണിയെ ഒരുപാട് അപമാനിക്കും വിധമാണ് ഷെമ്പയുടെ അച്ഛൻ സംസാരിക്കുന്നത്. മണി അച്ഛനോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴും ഷെമ്പ അച്ഛനോട് ഒന്ന് ക്ഷമിക്കച്ച,
ഞാൻ പറയുന്നതൊന്ന് കേൾക്കെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അച്ഛനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരികയും ഷെമ്പയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുവാനായും ശ്രമിക്കുന്നു. പക്ഷേ ഷെമ്പയാണെങ്കിൽ അച്ഛനോടൊപ്പം പോകുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. തന്റെ മകൾക്ക് മണിയാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കിയ അച്ഛനാണെങ്കിൽ അവളുടെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ തന്നെ ജീവിക്കേ. ഒരു കാര്യം ഓർത്തോ, ഒരു ദിവസം നിന്നെ ഇവൻ ചതിക്കും, നിന്നെ ഇവൻ ഇട്ടിട്ട് പോകുമെന്ന് അച്ഛൻ ശപിച്ചിട്ടാണ് അവിടെ നിന്ന് അച്ഛൻ പോകുന്നത്. അത് കേട്ട് അവൾ ആകെ തകർന്നു പോകുന്നു. എന്നാൽ മണി പറയുന്നത്, നിന്റെ അച്ഛൻ എന്നെ അപമാനിച്ചു, നീ കാരണമാ ഇതെല്ലാം സംഭവിച്ചത്. ഒരു കാര്യം, ഞാൻ എന്ത് പറഞ്ഞാലും അത് എതിർക്കാതെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം. നീ പക്ഷേ ഒന്നും പറയാനും പാടില്ല എന്ന് അവളെ വിരട്ടുന്നു. അവനെ അത്രയ്ക്കും വിശ്വാസമുണ്ടായിരുന്ന ഷെമ്പയാണെങ്കിൽ അവൻ എവിടേക്കാണോ വിളിക്കുന്നത് അവിടേക്ക് പോകുവാനായിട്ടും തയ്യാറാവുകയാണ്. അടുത്ത ദിവസം മണി ഷെമ്പയും കൂട്ടി നേരെ എത്തുന്നത് ചെന്നൈയിലേക്കാണ്. ആദ്യമായിട്ട് സിറ്റിയിലേക്ക് എത്തുന്നതിന്റെ ടെൻഷനൊക്കെ ഷെമ്പയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല അവൾക്ക് ആകെ അവിടെ അറിയാവുന്നത് മണിയെ മാത്രമായിരുന്നല്ലോ. മാത്രമല്ല മണി ഷെമ്പയെ നേരെ കൊണ്ടുവന്നാക്കുന്നത് അവന്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ്. മണി നിൽക്കുന്നത് മറ്റൊരു സ്ഥലത്തും. അങ്ങനെ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നു. മാത്രമല്ല പലതവണയും ഷെമ്പ അവളുടെ അച്ഛനേക്ക് വിളിക്കുവാനായി ശ്രമിക്കും. പക്ഷേ അച്ഛനാണെങ്കിൽ കോൾ എടുക്കുന്നതേയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ തന്നെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക എന്നുള്ള കാര്യം ഷെമ്പയ്ക്ക് നന്നായിട്ടറിയാം. അവൾ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അവളുടെ അച്ഛൻ അവളെക്കുറിച്ചാണ് ഓർത്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മണിയും ഷെമ്പയും ഒരു ബീച്ചിലിരിക്കുകയാണ്. അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുകയാണ്. ഷെമ്പ പറയുന്നത്, എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കാശ് വേണം, നീ ഒരു ജോലി നോക്കണമെന്നും ഷെമ്പ മണിയോട് പറയുന്നു. എന്നാൽ മണി പറയുന്നത്, നിന്റെ അച്ഛൻ അവസാനമായിട്ട് എന്നോട് പറഞ്ഞതെന്താ, നിന്നെ ഞാൻ നന്നായിട്ട് നോക്കില്ല, നിന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്നൊക്കെയല്ലേ. നിന്റെ അച്ഛന് മുന്നിൽ എനിക്ക് നന്നായിട്ട് ജീവിച്ച് കാണിക്കണം. അതിനു വേണ്ടിയിട്ട് കൊറിയയിലേക്ക് തന്നെ നമുക്ക് പോകണം. അവിടെ ഒരു ജോലി റെഡിയാക്കി അവിടെ നമുക്ക് സെറ്റിലാകാമെന്നും മണി പറയുന്നു. എന്നാൽ അത് കേട്ട് ഷെമ്പ പറയുന്നത്, കൊറിയയിലേക്ക് പോകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതെന്തായാലും നടന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ജീവിക്കണം. ആ ഒരു ആഗ്രഹമൊക്കെ അവിടെ ഉപേക്ഷിക്കാം. നീ ഒരു ജോലി റെഡിയാക്ക്, നമുക്ക് നന്നായിട്ട് ജീവിക്കാമെന്നും ഷെമ്പ പറയുന്നു. അങ്ങനെയല്ല, ഞാനൊരു ഏജൻസിയുമായിട്ട് സംസാരിച്ചിരുന്നു. നീ പഠിച്ച പഠിപ്പിന് കൊറിയയിൽ നിനക്ക് ജോലി കിട്ടും. അവിടുത്തെ ഏതെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്തിട്ട് നമുക്കവിടെ സെറ്റിലാകാം. ഞാനും അവിടെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്നും മണി പറയുന്നു. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ഉടനെ തന്നെ പേപ്പർ എല്ലാം റെഡിയായി വരും. പാസ്പോർട്ടിന്റെ കാര്യവും നമുക്ക് റെഡിയാക്കാമെന്നും മണി പറയുകയാണ്. മണി എന്താണോ പറയുന്നത് അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളാണ് ഷെമ്പ. അവനെ അത്രയും വിശ്വാസമുണ്ടായിരുന്ന ഷെമ്പ അവൻ പറഞ്ഞതുപോലെ തന്നെയൊക്കെ അനുസരിച്ചു. ഏകദേശം 25 ദിവസം കടന്നുപോയി. കൊറിയയിലേക്ക് പോകുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നിരിക്കുകയാണ്. അങ്ങനെ അവൾ എയർപോർട്ടിലേക്കും പോകുന്നു. പക്ഷേ മണിയാണെങ്കിലോ കാശൊപ്പിക്കുവാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. മണിയെ അവൾ ഒരുപാട് വിളിക്കും. നീ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ കാശ് റെഡിയായി, ഞാൻ ദേ കൊണ്ടുവരുന്നു, നീ ചെക്ക് ഇൻ ചെയ്യുവാനായിട്ടും മണി അവളോട് പറയും. അങ്ങനെ അവൾ ഫ്ലൈറ്റിലേക്കും കയറിയിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും മണി വരുന്നതേയില്ല. മണിയെ വിളിക്കുമ്പോൾ ഞാൻ ദേ എത്തി, ഞാൻ ദേ കയറുകയാ എന്നൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. അങ്ങനെ അവൾ ഉടനെ തന്നെ അവളുടെ അമ്മയെ ഫോൺ വിളിക്കുന്നു. അവൾ കൊറിയയിലേക്ക് പോവുകയല്ലേ, അതിനു മുൻപ് അച്ഛനോടും അമ്മയോടും യാത്ര പറയുവാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. അച്ഛനെയും അമ്മയും പിരിയുന്നതിൽ നല്ല സങ്കടവും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അമ്മ കോൾ എടുത്തിട്ട് എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊറിയയിലേക്ക് പോവുകയാണെന്നാണ് അവൾ പറയുന്നത്. നിന്റെ അച്ഛനെ ഒരുപാട് അപമാനിച്ചിട്ടും നിനക്ക് മതിയായില്ലല്ലേ? നീ കൊറിയയിലേക്ക് പോകുന്നത് ആരുടെ കാശും കൊണ്ടാ? നിന്റെ അച്ഛന്റെ കാശും കൊണ്ടാ. അല്ലാതെ ഒരു ജോലിയുമില്ലാത്ത നിനക്ക് ഏത് ബാങ്കിൽ നിന്ന് ലോണ് തരാനാ എന്ന് അമ്മ പറയുമ്പോൾ അവിടേക്ക് എത്തുന്ന അച്ഛൻ, നീ എന്തിനാ ഇതൊക്കെ അവളോട് പറയുന്നതെന്നും അച്ഛൻ ചോദിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് ഷെമ്പ അറിയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഷെമ്പയുടെ അച്ഛൻ കുറെ കാശുമായിട്ട് മണിയെ കാണുവാൻ വേണ്ടിയിട്ടെത്തി. എന്നാൽ മണി അവിടേക്ക് വന്ന് അച്ഛനോട് ഒരുപാട് ദേഷ്യപ്പെടും. എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? നിങ്ങളെ അവൾക്ക് കാണണ്ട എന്നും മണി പറയുന്നു. എന്നിട്ടാണെങ്കിൽ മണി അവിടെ നിന്ന് കയറിപ്പോവുകയാണ്. വീണ്ടും രണ്ടാമത് ഇറങ്ങി വന്നിട്ട്, എന്തിനാ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ അവളോട് പോയി നിങ്ങൾ കാണാൻ വന്നെന്ന് പറഞ്ഞു. അവൾക്ക് കാണണ്ട എന്ന് തന്നെയാണ് അവൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, എനിക്ക് അവളുടെ കാശൊന്നും വേണ്ട, ദേ ഇത് അവൾ അപ്ലൈ ചെയ്തിരുന്ന ലോൺ അനുവദിച്ചു വന്നു, ആ കാശാണെന്ന് പറഞ്ഞ് കുറേ കാശ് മണിയെ ഏൽപ്പിക്കുന്നു. സത്യത്തിലത് ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ചു വന്ന കാശൊന്നും ആയിരുന്നില്ല. അച്ഛൻ ഷെമ്പയ്ക്ക് വേണ്ടിയിട്ട് ചേർത്ത് വെച്ചിരുന്ന കാശായിരുന്നു അത്. അതെല്ലാം മണിയെ ഏൽപ്പിക്കുകയുണ്ടായി. എന്നാൽ മണിയാണെങ്കിലോ ഈ ഒരു കാര്യം ഒന്നും തന്നെ ഷെമ്പയോട് പറഞ്ഞതുമില്ല. മണി ബാങ്കിൽ നിന്നും ലോണൊക്കെ എടുത്താണ് കാശൊപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഷെമ്പയോട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞ് അവൾ ആകെ തകർന്നു പോകുന്നു. അവൾ ഉടനെ തന്നെ മണിയെ കോള് ചെയ്യും. എന്നാൽ മണിയാണെങ്കിലോ മറ്റൊരു ഫ്ലൈറ്റിലേക്കാണ് കയറിയിരിക്കുന്നത്. അതായത് അവൻ പോകുന്നത് മുംബൈയിലേക്കും. മണിയുടെ കൈവശം ഷെമ്പയുടെ അച്ഛൻ കൊടുത്ത കാശെല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. ഷെമ്പയുടെ കോള് വരുന്നത് കാണുന്ന മണി കോള് കട്ട് ചെയ്ത് കളയുകയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു.
അതിലൂടെ താൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഷെമ്പയ്ക്ക് മനസ്സിലായി. എന്നിട്ട് മണി പറഞ്ഞിരുന്ന കാര്യമൊക്കെ അവൾ ഓർക്കുന്നു. കാരണം അച്ഛൻ വരുത്തിവെച്ച കടങ്ങളെല്ലാം അവന്റെ തലയിലാണല്ലോ. മാത്രമല്ല മുംബൈയിൽ അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നും ഫ്രണ്ടിനടുത്ത് പോയി എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടാം, മുംബൈയിലേക്ക് പോകുന്നതിന് കുറച്ച് കാശ് വേണമെന്നൊക്കെ മണി പറഞ്ഞിരുന്ന കാര്യം ഷെമ്പ ഓർക്കുന്നു. താൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഷെമ്പയ്ക്ക് മനസ്സിലായി. മാത്രവുമല്ല അച്ഛൻ അവളോട് പറഞ്ഞിരുന്നു, ഒരു നാൾ നിന്നെ ഇവൻ പെരുവഴിയിൽ ഉപേക്ഷിക്കുമെന്ന്. അതുപോലെ തന്നെ നടന്നതോർത്ത് അവൾ പൊട്ടിക്കരയുകയാണ്. മണി പോകുന്നത് മുംബൈയിലേക്കും ഷെമ്പ പോകുന്നത് കൊറിയയിലേക്കും. അങ്ങനെ ഷെമ്പ കൊറിയയിലേക്ക് വന്നിറങ്ങുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊറിയ എന്ന നാട്. ലൈഫിൽ എപ്പോഴെങ്കിലും അവിടെ പോകണമെന്ന് അവൾ കുട്ടിക്കാലം മുതലേ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു നാട്ടിലേക്ക് ഒട്ടും സന്തോഷമില്ലാതെ വന്നിറങ്ങിയിരിക്കുകയാണ് ഷെമ്പ. മാത്രമല്ല എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്തും മണിയെ ഒരുപാട് കോള് ചെയ്യുന്നു. അവനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടാണ് എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നതും. അപ്പോൾ അവിടെ നിന്ന് ഒരു മജീഷ്യനാണെങ്കിൽ എല്ലാവർക്കും എന്തൊക്കെയോ മാജിക്കും കാണിക്കുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്ന ഷെമ്പയ്ക്കടുത്തേക്കും ആ ഒരു മാജിക്കുകാരൻ എത്തുന്നുണ്ട്. എന്നിട്ട് അവളോട് എന്തൊക്കെയോ കൺകെട്ട് വിദ്യ കാണിച്ച് ഒരു ഗിഫ്റ്റ് ബോക്സും കൊടുക്കുന്നു. ആ ബോക്സ് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ചെറിയൊരു പേപ്പറായിരുന്നു. അതിലെഴുതിയിരുന്നത് എല്ലാം അവസാനിക്കുന്നിടത്തു നിന്നാണ് നല്ലൊരു തുടക്കമെന്നായിരുന്നു. അത് വായിക്കുന്നതും അവൾക്ക് സന്തോഷമായി. അവളുടെ മുന്നിലുള്ള ആ ഒരു മാജിക്കുകാരനും എവിടെ പോയെന്ന് അവൾക്കറിയത്തില്ല. അവൾ അവിടെയുണ്ടായിരുന്ന ടാക്സി ഡ്രൈവർമാരെടുത്ത് വന്നിട്ട് ഹോട്ടൽ നയാഗ്രയിലേക്ക് പോകണമെന്നും പറഞ്ഞു. അങ്ങനെ ഒരാളാണെങ്കിലോ അവളെ ഹോട്ടൽ നയാഗ്രയിലേക്ക് കൊണ്ടുവരികയാണ്. ഹോട്ടലിലെത്തി റൂമിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് മണിയുടെ ഒരു വോയിസ് മെസ്സേജ് അവൾ കാണുന്നതും. അതിൽ മണി പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ നിന്നെ ചതിക്കുക തന്നെയാ ചെയ്തത്. പക്ഷേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടിലേക്ക് തന്നെ നിന്നെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. നീ വേറെ ഒന്നും ചിന്തിക്കണ്ട. നീ വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കുകയും വേണ്ട. നിനക്കിഷ്ടമുള്ള നാട്ടില് നീ ഇനി മുതൽ സന്തോഷമായിട്ട് ജീവിക്കണമെന്നുമായിരുന്നു മണി ആ ഒരു വോയിസ് റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതും ഷെമ്പയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. അവൻ എവിടെയാണ് പോയിരിക്കുന്നതെന്നുള്ള കാര്യം പോലും ഷെമ്പയ്ക്ക് അറിയത്തേയില്ല. അടുത്ത ദിവസം ഷെമ്പ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ അവൾക്ക് എങ്ങനെ ബസ്സിൽ കയറണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും തന്നെ അറിയത്തേയില്ല. അവിടെ മുഴുവൻ അവൾ കറങ്ങി നടക്കുന്നു. അവസാനം അവൾ ഒരു ബാറ് കാണുകയാണ്. ബാറിലേക്ക് വന്ന് ഷെമ്പ മദ്യപിക്കുവാനായി ആരംഭിച്ചു. മദ്യപിച്ച് ഏകദേശം കിക്കായ സമയത്ത് അവൾ വീണ്ടും മണിയെ കോള് ചെയ്യുന്നു. കോൾ എടുക്കടാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. നീ എന്റെ കോൾ എടുക്കണമെന്ന് പറഞ്ഞാണ് അവൾ കോള് ചെയ്യുന്നത്. പക്ഷേ മണി കോൾ എടുക്കുന്നതേയില്ല. അവന് വോയിസ് മെസ്സേജും അയക്കുന്നു. നീ ഇപ്പോൾ എന്നെ കോള് ചെയ്യണം. നീ എന്നെ കോള് ചെയ്തേ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നീ വിളിക്കുന്ന സമയത്ത് ഞാൻ എടുക്കില്ല എന്നാണ് ഷെമ്പ പറയുന്നത്. എത്ര കോള് ചെയ്തിട്ടും എത്ര വോയിസ് മെസ്സേജ് അയച്ചിട്ടും മണിയുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസേ ഇല്ല. കരഞ്ഞ് കരഞ്ഞ് അവൾ മയങ്ങിപ്പോവുകയാണ്. കണ്ണു തുറക്കുമ്പോൾ അവൾ കാണുന്ന കാഴ്ച ഒരു പയ്യനും പെണ്ണും വഴക്ക് കൂടുന്നത്. കൊറിയക്കാരൻ പയ്യനും പെണ്ണുമാ. അവർ രണ്ടുപേരും ലവേഴ്സ് ആണ്. എന്നാൽ ആ പയ്യനാണെങ്കിൽ ആ പെണ്ണിനെ തല്ലുന്നത് ഷെമ്പ കാണുന്നു. ദേഷ്യം വരുന്ന ഷെമ്പ ആ പയ്യനടുത്തേക്ക് എത്തിയിട്ട് അവനിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നത്, 8 വർഷം ഞാൻ നിന്നെ പ്രണയിച്ചു. നീ പറയുന്നത് എന്ത് ഞാൻ വിശ്വസിച്ചു. എന്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും ഉപേക്ഷിച്ച് നീ പറയുന്നത് വിശ്വസിച്ച് ഞാൻ വന്നിട്ടും നിനക്ക് എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നിയെന്ന് അവൾ അവളുടെ സങ്കടം അവനോട് ചോദിക്കുന്നു. പക്ഷേ കൊറിയക്കാരൻ പയ്യനും പെണ്ണിനും ഇവളുടെ ഭാഷ എങ്ങനെ മനസ്സിലാകാനാ? അവർ രണ്ടുപേരും ഇവളിതെന്താ പറയുന്നെന്ന് ചിന്തിച്ചു നിൽക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെ അവൾ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോവുക. എന്നിട്ടൊരു സീറ്റിൽ കൊണ്ടുവന്നിരുത്തും. നിനക്ക് എങ്ങനെ അവന് വിശ്വസിക്കാൻ തോന്നി? അവന് വിശ്വസിച്ച് നിനക്ക് എങ്ങനെ ഇറങ്ങി വരാൻ തോന്നിയെന്നൊക്കെ ആ പെണ്ണിനോട് ചോദിക്കുന്നു. അവളും ബ്രേക്കപ്പ് ആയിരിക്കുന്ന അവസ്ഥയാ. ഇവളെന്താ പറയുന്നെന്ന് അവളും ചിന്തിക്കുന്നു. അതേ സമയമായിരുന്നു ഷെമ്പയ്ക്ക് കോള് വരുന്നത്. നാട്ടിൽ നിന്നുമാ വിളിച്ചിരിക്കുന്നത്. ഷെമ്പയുടെ അച്ഛൻ്റെ ഒരു ഹെൽപ്പറില്ലേ അയാളാ വിളിക്കുന്നത്. ഞാൻ അന്നേ കരുതി അവൻ നിന്നെ ചതിക്കുമെന്ന്. അവനെ കണ്ടാലേ അറിയാം അവനൊരു ഫ്രോഡാണെന്ന്. നീ അറിഞ്ഞൂടാത്ത നാട്ടിൽ നിന്ന് നിൽക്കരുതേ. നീ എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു പോവാന്ന് അയാൾ പറയുന്ന സമയത്ത് അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചു പോയ ഞാൻ എന്ത് പറഞ്ഞാ നാട്ടിലേക്ക് വരേണ്ടത്? അമ്മ എന്നോട് ക്ഷമിക്ക്, അച്ഛ എന്നോട് ക്ഷമിക്ക്, ഇതാണോ ഞാൻ പറയേണ്ടത്? അതിന് മറുപടിയായിട്ട് അച്ഛൻ്റെ സുഹൃത്ത് പറയുന്നത്, നീ അവരോട് മാപ്പ് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിന്നെ സ്വീകരിക്കും. അറിയാത്ത നാട്ടിൽ പോയി നീ എങ്ങനെ ജീവിക്കാനാന്ന് അയാൾ ചോദിക്കുമ്പോൾ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടായത്, ഞാൻ ഇവിടെ തന്നെ ഇനി ജീവിക്കുമെന്നും അവൾ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നു. ഇതെല്ലാം ആ കൊറിയക്കാരി പെണ്ണ് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് ഷെമ്പയെ കാണിക്കുമ്പോഴോ ഷെമ്പ ഒരു പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ കിടക്കുകയാണ്. എന്തിനാണ് അവളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതെന്ന് അവൾക്ക് അറിയത്തേയില്ല. അവൾ ബാഗ് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കാശെല്ലാം ബാഗിലുണ്ട്. അയ്യോ, ഞാൻ ആ ബാറിൽ കയറി കുടിച്ചിട്ട് കാശ് കൊടുത്തില്ലേ? കാശ് കൊടുക്കാത്തതിനാണോ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതോ ആ പയ്യനെ തല്ലിയതിനോ? ഏതിനാണെന്നറിയാൻ വയ്യാതെ അവൾ ആ പോലീസുകാരനോട് ചോദിക്കുമ്പോഴോ
പോലീസുകാരൻ പറയുന്ന കൊറിയ ഭാഷ അവൾക്ക് മനസ്സിലാകുന്നതേയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവളും അവിടെ പെട്ട അവസ്ഥയാണ്. അതേ സമയമായിരുന്നു ഒരു കൊറിയൻ പയ്യൻ അവളെ ജയിലിൽ നിന്ന് ഇറക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത്. അവനാണെങ്കിലോ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ഷെമ്പയെ പുറത്തേക്കും ഇറക്കുകയാണ്. എന്നിട്ട് ഷെമ്പയോടും ആ പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത് അവൾക്ക് മനസ്സിലാകുന്നതേയില്ല. ഉടനെ തന്നെ ആ പയ്യൻ അവളോട് സൈൻ ചെയ്യുവാനായും പറയുന്നു. അല്ല, നീ പറയുമ്പോൾ സൈൻ ചെയ്യാൻ ഞാൻ ആരാ നിന്റെ? അല്ല, എന്നെ ജയിലിൽ നിന്നിറക്കാൻ നീ ആരാ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഉടനെ തന്നെ ആ പയ്യനാണെങ്കിൽ അവൻ സംസാരിക്കുന്ന ഭാഷ അവള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നീ ഇപ്പോൾ സൈൻ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ജയിലിൽ നിന്നിറങ്ങാം, അഥവാ സൈൻ ചെയ്തില്ലെങ്കിൽ നീ ഇവിടെ തന്നെ കിടക്കുമെന്നായിരുന്നു ആ പയ്യൻ എഴുതി കാണിച്ചതും. അത് മനസ്സിലാക്കിയ ഷെമ്പയാണെങ്കിൽ ഞാൻ സൈൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പേടിച്ച് അവൾ സൈൻ ചെയ്യുന്നു. സൈൻ ചെയ്ത ഉടനെ തന്നെ ആ പയ്യൻ അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു ഷെമ്പ ഒരു നിമിഷം ഞാൻ ഈ പോലീസുകാരനോട് ഒരു 2 വാക്ക് പറയട്ടെ എന്ന് പറഞ്ഞിട്ട്, ഒരു പയ്യൻ എന്റെ കൺമുന്നിൽ വെച്ച് ഒരു പെണ്ണിനെ തല്ലുകയാണെങ്കിൽ എന്റെ നാട്ടിൽ വെച്ച് ഞാൻ അവരെ ചെരിപ്പൂരി അടിച്ചിട്ടുള്ളവളാ. അങ്ങനെയുള്ള എന്റെ മുന്നിൽ വെച്ചാ ഇത് നടന്നത്. ഞാൻ അങ്ങനെ പ്രതികരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരനെ വെല്ലുവിളിക്കും വിധമാണ് അവൾ അവിടെ നിന്നും ഇറങ്ങി വരുന്നത്. അവൾ എന്താണ് പറഞ്ഞതെന്ന് പോലീസുകാരന് മനസ്സിലായില്ല, ആ കൊറിയൻ പയ്യന് മനസ്സിലായില്ല. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ഷെമ്പ എന്നെ സ്റ്റേഷനിൽ നിന്നിറക്കാൻ നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോജുൻ ചെയ്യുന്ന അവൻ മറുപടിയും പറയുന്നു. എന്തായാലും അവളെ രക്ഷിച്ചതല്ലേ, അതുകൊണ്ട് അവൾ നന്ദിയും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഹോജുൻ ജെ അവളുടെ പിന്നാലെ വരുമ്പോൾ നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ ദേ അത് നോക്കി, അവിടെ എന്റെ വീടെന്ന് പറയുന്നു. ഞാനേ കിംചി വാങ്ങുവാനായിട്ട് പുറത്തേക്ക് വന്നതാ. പിന്നെ ഒരു കാര്യം, അടുത്ത തവണ ഇനി മദ്യപിക്കുവാനായിട്ട് പോകുന്ന സമയത്തേ ബില്ല് നീ തന്നെ പേ ചെയ്യണം. ഇത്തവണ ഞാൻ ആ ബില്ല് പേ ചെയ്തെന്ന് പറഞ്ഞിട്ട് ബില്ലും കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ഷെമ്പയുടെ പെരുമാറ്റം കണ്ട് അവന് നല്ല പേടിയുണ്ടായിരുന്നു. അവളാണെങ്കിലോ അവൻ ഇങ്ങനെയൊക്കെ ബില്ലൊക്കെ പേ ചെയ്തു തറഞ്ഞ് ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെ അവൾ വീണ്ടും ഹോട്ടലിലേക്ക് എത്തുന്നു. അടുത്ത ദിവസവും വീണ്ടും അവൾ ജോലി അന്വേഷിച്ച് പോവുകയാണ്. കൊറിയയിലെ ഒരു ഹോട്ടലില് ഷെമ്പയ്ക്ക് ജോലി റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നല്ലേ മണി പറഞ്ഞത്. അങ്ങനെയല്ലേ അവളെ കൊറിയയിലേക്ക് പറഞ്ഞു വിട്ടതും. അടുത്ത ദിവസം തന്നെ മണി പറഞ്ഞ അതേ ഹോട്ടലിലെ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് ഹോട്ടൽ കണ്ടുപിടിക്കുവാനായി ഇറങ്ങുകയാണ് ഷെമ്പ. അവിടെ മാകെ അന്വേഷിച്ചിട്ടും ഈ ഹോട്ടൽ കണ്ടുപിടിക്കാനേ കഴിയുന്നില്ല. എന്നാൽ അതേ സമയം തന്നെ അവിടേക്ക് ഹോജുൻജെ വരുന്നു. എന്നിട്ട് അവളോട് പറയും, ഫേക്കാണ്, നിന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചിരിക്കുക, ഈ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഫേക്കാ, നീ ഒരു സ്കാമിൽ പെട്ടുപോയെന്നും അവൻ പറയുന്നു. അത് കേട്ട് ഷെമ്പ ആകെ തകർന്നു പോവുക. തകർന്നു നിൽക്കുന്ന ഷെമ്പയും കൊണ്ട് അവൻ നേരെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കുവാനായും എത്തുന്നുണ്ട്. അങ്ങനെ അവളോട് കാര്യമൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഷെമ്പയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരും. ഒന്നാമത്തെ കാര്യം, അവൻ പറയുന്നത് എന്താണെന്ന് ഷെമ്പയ്ക്ക് മനസ്സിലാകുന്നില്ല, ഷെമ്പ പറയുന്നത് എന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഒടുവിൽ അവൾ പറയും, എനിക്ക് ജോബാണ് ആവശ്യം. എന്നിട്ട് നീ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് അവനോട് ചോദിക്കുമ്പോൾ ഞാനൊരു വീഡിയോഗ്രാഫറാ, എനിക്ക് 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും അവൻ പറയുന്നു. അങ്ങനെ അവളാണെങ്കിലോ എന്നെ ജോലി കണ്ടുപിടിക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവരിയ്ക്കുന്ന ആ ഹോട്ടലിൽ ഒരുപാട് ജോബ് വേക്കൻസീസ് ഒക്കെ ഒട്ടിച്ചു വെച്ചിരുന്നു. അതെല്ലാം അവൾ എടുത്തു വെച്ച് നോക്കുകയാ. ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാം, ദേ എന്റെ കൈവശം ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്, ഇത് നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും അവൻ പറഞ്ഞിട്ട് അവൻ ആ ഒരു ട്രാൻസ്ലേറ്റർ അവൾക്ക് കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ ഹോജുൻജെ കൊടുത്ത ആ ഒരു ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടു കൂടി ഷെമ്പ ജോലി അന്വേഷിച്ചിറങ്ങുകയാണ്. അപ്പോഴെല്ലാം അവളുടെ മനസ്സിൽ മണിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അവസാനം അവളാണെങ്കിൽ ഒരു ബാറിലേക്കും എത്തുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു പയ്യൻ നിന്ന് ബാറിൽ മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കണ്ട് അവൾക്ക് മണിയെ ഓർമ്മ വരും. പെട്ടെന്ന് തന്നെ അവൾ പുറത്തേക്കിറങ്ങി ഒരു പുഴയുടെ കരയിൽ വന്നിരുന്നവൾ കരയുവാനായും തുടങ്ങി. എന്നാൽ ഇത് ഓപ്പോസിറ്റ് നിൽക്കുകയായിരുന്ന ഒരു വയലിൻ വായിക്കുന്ന പയ്യൻ കാണുന്നു. അവൾ എന്തോ മാനസിക വിഷമത്തിൽ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഒരു തമിഴ് സോങ് തന്നെ വയലിനിലൂടെ വായിക്കുന്നു. അപ്പോൾ അവൾ ഏകദേശം ഓക്കെ ആവുകയാണ്. അവൻ ഓക്കെ ആയോ എന്ന മട്ടിൽ അവളെ നോക്കി കണ്ണടച്ച് കാണിക്കുന്നു. അവൾക്കും സന്തോഷമാവുകയാ. ഹോജുൻജെയും ഷെമ്പയെ ജോലി അന്വേഷിക്കുവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവളിപ്പോൾ താമസിക്കുന്നത് ലക്ഷറി ഹോട്ടലിലല്ലേ, അവൾക്ക് അതിനൊരുപാട് കാശാകുന്നത് കൊണ്ട് തന്നെ ഹോജുൻജെ ആണെങ്കിലോ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് അവളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അതിനടുത്തായിട്ട് തന്നെയാണ് ഹോജുൻജെയുടെ വീടുമുള്ളത്. ഒരിക്കൽ ഹോജുൻജെ ജോലി റെഡിയായോ എന്ന് ഷെമ്പയോട് ചോദിക്കുമ്പോൾ ഇല്ല എന്നവൾ മറുപടി പറയും. എങ്കിൽ നീ താഴേക്ക് വാ, നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞ് ഹോജുൻജെ ഷെമ്പയും കൂട്ടി നേരെ പോകുന്നത് വലിയൊരു IT കമ്പനിക്ക് മുന്നിലേക്കാണ്. അപ്പോൾ ആ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്
അയാളാണെങ്കിൽ അവർക്കടുത്തേക്ക് വരുന്നു. ഇതാ ഞാൻ പറഞ്ഞ പെൺകുട്ടി ജോലിക്ക് വേണ്ടി വന്നതാണെന്നും ഹോജിൻജെ പറയുന്നു. അങ്ങനെ അയാളാണെങ്കിലോ എന്ത് ജോലിയാണ് അവൾ ചെയ്യേണ്ടതെന്ന് അവൾക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ആ ഒരു ഓഫീസറിന്റെ അമ്മ കുറേ നാളുകളായി കിടപ്പിലാണ്. ഓഫീസറിന്റെ വൈഫിനും ജോലിയുണ്ട്. അപ്പോൾ അമ്മയുടെ കാര്യം നന്നായിട്ട് നോക്കണം. അമ്മയെ മാത്രമല്ല വീട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഏകദേശം ഒരു വേലക്കാരി. എന്നാൽ അത് കേൾക്കുന്ന ശെമ്പയ്ക്കാണെങ്കിലോ വീട്ടിലെ ജോലി പോലും ഞാൻ ചെയ്യില്ല, പിന്നെയാണോ ഇവിടത്തേത്, ഇനി എന്തായാലും ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൾ ഓക്കെ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ആ ഒരു ഓഫീസറിന്റെ വീട്ടിലേക്ക് ജോലിക്കായി എത്തുകയാണ് ശെമ്പ. ഓഫീസറും ഓഫീസറിന്റെ വൈഫും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെയുള്ളത് നമ്മുടെ ശെമ്പയും ഓഫീസറിന്റെ തളർന്നു കിടക്കുന്ന അമ്മയും മാത്രമാ. പിന്നീട് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ശെമ്പയാണ്. വീട് തുടയ്ക്കുന്നു, തൂക്കുന്നു, വൃത്തിയാക്കുന്നു, പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നു, അമ്മയെ കുളിപ്പിക്കുന്നു, അമ്മയ്ക്ക് ആഹാരം കൊടുക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവളാ നോക്കുന്നത്. 10 മണി മുതൽ പിന്നീട് അവർ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ അവൾ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ വീടിന്റെ തറ തുടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ മുറിയിൽ നിന്നും എന്തോ തറയിൽ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അവൾ ചെന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു ബോട്ടിൽ തറയിൽ വീണതാ. അമ്മയാണെങ്കിൽ അനങ്ങാതെ കിടക്കുന്നുമുണ്ട്. അടുത്ത ദിവസവും ഇവൾ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ മാകെ വൃത്തിയാക്കി കറക്റ്റ് ഒരു സമയമായപ്പോൾ വീണ്ടും അതുപോലൊരു ശബ്ദം കേൾക്കുന്നു. 2 ദിവസമായിട്ട് കൃത്യം ഒരു സമയമാകുമ്പോൾ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തന്നെ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവൾ നേരെ ചെന്നിട്ട് കതക് തുറക്കില്ല, പകരം ലോക്കിന്റെ ഹോളിലൂടെ നോക്കുന്നു. അപ്പോൾ ദേ ഓപ്പോസിറ്റ് വീണ്ടും ഒരു കണ്ണ് കാണുകയാണ്. അത് കണ്ടവൾ വല്ലാതെ പേടിക്കും. 3-ാമത്തെ ദിവസം ജോലിക്ക് വരുവാനായിട്ട് അവൾക്ക് വല്ലാതെ പേടിയായിരുന്നു. ആ റൂമിൽ ഇനി വേറെ വല്ല പ്രേതബാധ വല്ലതുമുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. അങ്ങനെ 3-ാമത്തെ ദിവസം അവൾ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കവേ വീണ്ടും കറക്റ്റ് ആ സമയമായപ്പോൾ റൂമിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. ആരോ നടക്കുന്നത് പോലെയൊക്കെയുള്ള ശബ്ദമാണ് കേട്ടത്. അവൾ മുകളിലേക്ക് വരും. എന്നിട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ കതക് തുറക്കുമ്പോൾ അവൾ കാണുന്ന കാഴ്ച, കുറേ നാളുകളായിട്ട് കിടപ്പിലാണെന്ന് പറഞ്ഞ ആ ഒരു ഓഫീസറിന്റെ അമ്മയില്ലേ, അമ്മ അവിടെ എഴുന്നേറ്റ് നിന്ന് മിഠായി കഴിക്കുക. അത് കണ്ടതും അവൾ ഞെട്ടിപ്പോയി. അവളെ കണ്ട് ആ അമ്മ ചിരിക്കുകയാണ്. എന്നിട്ട് അവളെ നേരെ കസേരയിലേക്ക് കൊണ്ടുവന്നിരുത്തിയിട്ട്, നീ ഇന്നിവിടെ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കിടപ്പിലായതുപോലെ അഭിനയിക്കുന്നതെന്ന് എന്നോട് ചോദിക്കാനും പാടില്ല. അതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാ. എന്റെ മകനും മരുമകളും വരുന്ന സമയത്ത് ഇവിടെ കണ്ട കാര്യം പറയുകയാണെങ്കിൽ നീ നിന്റെ ബാഗ് ഒന്ന് തുറന്നു നോക്കിയേ. അപ്പോൾ അവളാണെങ്കിൽ ബാഗ് തുറന്നു നോക്കുന്നു. അതിലൊരു വില കൂടിയ വാച്ചുണ്ട്. കണ്ടോ, വാച്ചിരിക്കുന്നത് കണ്ടോ? ഇതെന്റെ മകന്റെ വാച്ചാ. ഇത് നീ അടിച്ചു മാറ്റിയതാണെന്ന് ഞാൻ അവനോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുമെന്നും ആ ഒരു അമ്മ വിരട്ടുന്നു. മാത്രമല്ല അമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിനു മുൻപും ഇവിടെ കുറച്ച് വേലക്കാർ നിന്നിരുന്നു. അവരൊക്കെ ഏകദേശം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടുപിടിക്കുവാനായിട്ടൊരു 10 ദിവസമെങ്കിലും എടുത്തു. നീ വെറും 3 ദിവസമല്ലേ എടുത്തോളൂ. നീ മിടിക്കുക. നീ എന്തായാലും ഇവിടെ നിനക്ക് നന്നായിട്ട് നിൽക്കണമെങ്കിൽ ഇതാരോടും പറയണ്ട, എന്നോടൊപ്പം നിന്ന് സഹകരിക്കണമെന്നും അമ്മ പറയുകയാണ്. അത് കേട്ട് അവളും ഓക്കെ പറയുന്നു. ഇവർ രണ്ടുപേരും ആ ഒരു ട്രാൻസ്ലേറ്റർ വഴിയാണ് സംസാരിക്കുന്നതും. അന്നേ ദിവസം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ശെമ്പ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തുന്ന സമയത്തായിരുന്നു നാട്ടിൽ നിന്നും അച്ഛന്റെ ഒരു സഹായിയുടെ കോള് വരുന്നത്. അച്ഛന് സുഖമില്ലാതായി ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതേയുള്ളൂ. ആ ഒരു കാര്യം അറിഞ്ഞതും ശെമ്പയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു. അച്ഛൻ ഇപ്പോഴും എന്നെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ശെമ്പ പറയുകയാണ്. മാത്രമല്ല അവളുടെ റൂമിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോടാണ് അവൾ അവളുടെ സങ്കടമെല്ലാം പറയുന്നതും. അടുത്ത ദിവസവും അവൾ ജോലിക്കായിട്ട് എത്തുകയാണ്. അടുത്ത ദിവസം മകനും മരുമകളും പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആ അമ്മ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയും അവളെയും കൂട്ടി പുറത്തേക്കൊക്കെ പോകുന്നു. അങ്ങനെ ശെമ്പയും ആ ഒരു അമ്മയും കൂടി അടിച്ചു പൊളിക്കുകയാണ്. അമ്മ ഷോപ്പിംഗ് മാളിലേക്ക് അവളെയും കൊണ്ടുപോയി പുതിയ പുതിയ ഡ്രസ്സൊക്കെ പരീക്ഷിക്കുന്നു. കൊള്ളാവുന്നതിനവൾ ഓക്കെ എന്നും പറയും, കൊള്ളാത്തതിനവൾ വേണ്ട എന്നും പറയുന്നുണ്ട്. രണ്ടുപേരും നല്ല കമ്പനിയാവുകയാണ്. ഓരോ ദിവസവും ഇവരിങ്ങനെ തന്നെയാണ് എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പകല് മകനും മരുമകളും പോയി കഴിഞ്ഞാൽ അമ്മ ഉടനെ എഴുന്നേൽക്കും. എന്നിട്ട് കറങ്ങാനായിട്ട് പോകും. മകനും മരുമകളും വരുന്നതിന് മുൻപ് തന്നെ മേക്കപ്പ് എല്ലാം മാച്ചിട്ട് എങ്ങനെയാണോ ഒരു രോഗി ബെഡിൽ കിടക്കുന്നത് അതുപോലെ തന്നെ കിടക്കുന്നു. എന്നിട്ട് അവളോട് ചോദിക്കും, നീ എന്നോടുള്ള യാത്രയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞാൻ എൻജോയ് ചെയ്യുന്നില്ല, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഓക്കെയും പറയുന്നു. അവർക്കാണെങ്കിലും ശെമ്പയെ ഒരുപാട് ഇഷ്ടമായി. അവർ രണ്ടുപേരും നല്ല കമ്പനിയാവുകയാണ്. മാത്രമല്ല ശെമ്പ ഹോജുൻ ചെയ്യും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ 3 പേരും ചേർന്നാണ് പിന്നീട് കറങ്ങുവാനൊക്കെ നടക്കുന്നത്. മാത്രമല്ല ശെമ്പയാണെങ്കിലോ തന്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ആ അമ്മയോട് തുറന്നു പറയുന്നു. ട്രാൻസ്ലേറ്റർ വഴിയാണ് അവർ സംസാരിക്കുന്നത്. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും അവൾ പറയുമ്പോൾ അമ്മ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഹോജുൻ ചെയ്യും ശെമ്പയും ഒക്കെ കറങ്ങുവാനൊക്കെ പോകുന്നുണ്ട്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വളർന്നു വരികയാ. എങ്ങനെയെങ്കിലും അച്ഛന്റെ കയ്യിൽ നിന്നും മണി പറ്റിച്ചുകൊണ്ടുപോയ കാശില്ലേ,
അതെങ്ങനെയെങ്കിലും സമ്പാദിച്ച് തിരികെ കൊടുക്കണമെന്നാണ് ഷെമ്പയുടെ മനസ്സിൽ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ അമ്മയും ഷെമ്പയും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ആ അമ്മ ഷെമ്പയോട് പറയുന്നത്, എൻ്റെ മകൻ നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാനായിട്ടായിരുന്നത്, ഞാനാ നിന്നെ രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കും. നീ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഇനി എന്തായാലും അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാമല്ലോ എന്ന്. സത്യത്തിൽ അമ്മ ഏകദേശം അവൾ വന്നതിൽ പിന്നെ ഓക്കെ ആയല്ലോ. അതിനുശേഷം ജോലിയിൽ നിന്ന് അവളെ പറഞ്ഞു വിടാമെന്നാണ് മകൻ തീരുമാനിച്ചിരുന്നതും. എന്നാൽ അമ്മയാണ് പറഞ്ഞത്, വേണ്ട, അവൾ എനിക്കൊപ്പം വേണം, അവൾ എന്നോടൊപ്പം നിൽക്കണമെന്ന് ആ അമ്മ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും അവളെ ജോലിയിൽ തുടരുവാനായിട്ടും മകൻ അനുവദിച്ചതെന്നും. അതെന്താ നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണ്ട എന്നും എന്നെ നിങ്ങളോടൊപ്പം നിർത്തണമെന്ന് നിങ്ങൾ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമാണ്, നിന്നെ കണ്ടപ്പോൾ തന്നെ നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയെന്നും അമ്മ പറയുന്നു. ഈ ഒരു വിശ്വാസം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് തോന്നാത്തെന്ന് ചോദിക്കുമ്പോഴാണ് അമ്മ കുറച്ച് കാര്യങ്ങൾ അവളോട് പറയുന്നത്. ആ അമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു. ആ റെസ്റ്റോറന്റ് നോക്കി നടത്തിയാണ് അവരുടെ 2 മക്കളെയും പഠിപ്പിച്ച് വലുതാക്കിയത്. 2 മക്കളും വിവാഹവും കഴിച്ചു. മകൾ വിവാഹം കഴിഞ്ഞു പോയി. പിന്നീട് മകനും ഭാര്യയാണ് ഉള്ളത്. മാത്രമല്ല അവരുടെ ഹസ്ബൻഡ് ഒരു ദിവസം മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതിനുശേഷം മകനാണെങ്കിലോ തന്റെ 2 മക്കളെയും നോക്കണമെന്ന് പറഞ്ഞ് അമ്മയും കൂടെ കൊണ്ടുവരികയാണ് ചെയ്തത്. മകന്റെ വീട്ടിലെത്തിയ അമ്മ അവന്റെ 2 മക്കളെയും നോക്കി വീടും നോക്കി ഒരു ജോലിക്കാരിയെ പോലെ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോഴാണ്, അതല്ല എൻ്റെ ജീവിതം, എനിക്കും ഈ ഒരു ലോകം മുഴുവൻ കാണണം, എനിക്കും എൻ്റെ ജീവിതം എൻജോയ് ചെയ്യണം, അവസാന നിമിഷങ്ങളിൽ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അമ്മ തീരുമാനിച്ചു. അന്നു മുതൽ അമ്മയാണെങ്കിലോ വയ്യാത്തതുപോലെ അഭിനയിച്ച് കിടപ്പിലാകുന്നത് പോലെ അഭിനയിച്ചു. അവരെല്ലാവരും അവരുടെ സ്വന്തം കാര്യം ഒറ്റയ്ക്ക് തന്നെ നോക്കട്ടെ എന്ന് ഞാനങ്ങ് തീരുമാനിച്ചതാണ്. പക്ഷേ എനിക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ അവസാന കാലത്ത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നും ആ അമ്മ പറയുന്നു. അമ്മ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, തന്റെ ലൈഫിന്റെ അവസാന നിമിഷം വരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്ന്, ആ ഒരു കാര്യത്തെക്കുറിച്ച് ശെമ്പ ചിന്തിക്കുകയാണ്. അടുത്ത ദിവസം അമ്മയെ കാണുവാനായിട്ട് എത്തിക്കുകയാണ് ശെമ്പ. എന്നിട്ട് അവൾക്ക് പറയാനുള്ള കാര്യമെല്ലാം ആ ഒരു ട്രാൻസ്ലേറ്റർ റെക്കോർഡ് ചെയ്തു കൊണ്ടുവന്നാണ് അമ്മയ്ക്ക് കേൾപ്പിക്കുന്നത്. ശെമ്പയുടെ അച്ഛൻ ഒരു ഹോട്ടൽ നടത്തുകയാണല്ലോ. ആ ഒരു ഹോട്ടൽ വലുതാകുമ്പോൾ ശെമ്പയെ ഏൽപ്പിക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അച്ഛന്റെ ഹോട്ടലിലെ ഏറ്റവും സ്പെഷ്യൽ ഫുഡ് വെളുത്തുള്ളി റൈസും വെളുത്തുള്ളി അച്ചാറുമാണ്. ഇത് കഴിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേർ എത്താറുണ്ട്. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛൻ്റെ ഹോട്ടൽ ഞാൻ നന്നായി നോക്കി നടത്തണമെന്ന. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ ഇഷ്ടപ്പെട്ട നാട്ടിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. എനിക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചാലോ എന്നാണ് ശെമ്പ പറഞ്ഞത്. അത് കേട്ട അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, നമുക്ക് നടത്താമെന്നും അമ്മ സമ്മതിക്കുന്നു. പക്ഷേ ശെമ്പയുടെ കയ്യിൽ ആകെ ഉള്ളത് അവളുടെ ചെറിയൊരു മാലയും ലോക്കറ്റും മാത്രമാ. എൻ്റെ കൈവശം ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ അത് അമ്മയെ ഏൽപ്പിക്കുന്നു. അമ്മ അത് വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. അങ്ങനെ 2 പേരും സന്തോഷത്തോടു കൂടി റെസ്റ്റോറന്റ് തുടങ്ങുവാനായിട്ട് ആരംഭിക്കുന്നു. ആദ്യം അവർക്ക് വേണ്ടത് റെസ്റ്റോറന്റ് തുടങ്ങുവാനായിട്ട് നല്ലൊരു സ്ഥലമാണ്. അടുത്ത ദിവസം മുതൽ ഹോജുൻജയും ശെമ്പയും അമ്മയും ചേർന്ന് സ്ഥലം കണ്ടുപിടിക്കുവാനായി ഇറങ്ങും. പക്ഷേ ഒരു സ്ഥലവും സെറ്റാകുന്നതേയില്ല. അവിടെ റെന്റ് ആണെങ്കിൽ വളരെ വലിയ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ചിന്തിച്ചിരിക്കുക. ഹോജുൻജെ ശെമ്പയോട് പറയുന്നുണ്ട്, എന്തിനാ അതൊക്കെ ചെയ്യുന്നത്, ഈ ഒരു ആഗ്രഹമൊക്കെ വിട്ടുകളയാൻ. പക്ഷെ അവൾ അതിന് തയ്യാറായതേയില്ല. എല്ലാവരും പ്രതീക്ഷ നഷ്ടമായി നിൽക്കുന്ന സമയത്തായിരുന്നു ലാസ്റ്റായിട്ട് അവർ രാത്രി ഫുഡ് കഴിക്കുവാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ബില്ല് പേ ചെയ്യുവാനായിട്ട് ഹോജുൻജെ പോകുമ്പോൾ, ഇന്നേ ദിവസം നിങ്ങൾ ബില്ല് തരണ്ട, നിങ്ങൾ ഞങ്ങളുടെ ലാസ്റ്റ് കസ്റ്റമറാണ്. ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്നും റെസ്റ്റോറൻറ്റ് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കഴിക്കാമെന്നായിരുന്നു ആ ഒരു ഹോട്ടൽ നടത്തുന്ന ആൾ പറയുന്നത്. അത് കേട്ടതും ഹോജുൻജയ്ക്ക് വല്ലാതെ സന്തോഷമാകുന്നു. ഹോജുൻജ ഉടനെ തന്നെ അമ്മയോട് പോയി ഈ ഒരു കാര്യം പറയും. അമ്മ ഉടനെ തന്നെ ആ ഹോട്ടൽ നടത്തുന്ന ആളിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഇതിന്റെ ഓണറിന്റെ നമ്പർ ഒന്ന് തരുമോ, ഞങ്ങളും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാനായിട്ട് നോക്കുകയാ, ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് എടുക്കാമല്ലോ എന്ന് അമ്മ പറയുമ്പോൾ അയാൾ സന്തോഷത്തോടു കൂടി ഓണറിന്റെ നമ്പർ കൊടുക്കുന്നു. അങ്ങനെ ഓണറും ആ ഒരു സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് ആരംഭിക്കുവാനായിട്ടും സമ്മതിക്കുന്നു. റെന്റ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സന്തോഷമായി. ആ ഒരു വിവരം അമ്മ ശെമ്പയോടും പറയുന്നു. ശെമ്പയ്ക്കും ഒരുപാട് സന്തോഷമായി. അവരുടെ ആഗ്രഹം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷമായിരുന്നു അവർക്ക് 2 പേർക്കും. എന്നാൽ റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ അനുവാദമൊക്കെ വേണമല്ലോ. പോലീസ് അവിടേക്ക് എത്തുകയാണ്. ആ എത്തിയ പോലീസ് അന്ന് ശെമ്പയെ അറസ്റ്റ് ചെയ്ത അതേ പോലീസ് ഓഫീസർ. ആരാ അവിടെ റെന്റ് കൊടുക്കുവാൻ പോകുന്നെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ ഞാനാണെന്ന് ഹോജുൻജയും അമ്മയും കൂടി പറയുന്നു. എന്നാൽ ശെമ്പയാണെങ്കിലോ കൈപൊക്കുന്നില്ല. കാരണം അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് ശെമ്പയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എന്നാൽ ശെമ്പയ്ക്കടുത്തേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ, നിന്നെ എനിക്ക് വിശ്വാസമാ, നീ ആരെ തല്ലിയിട്ടായാലും റെന്റ് കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ശെമ്പയോട് പറഞ്ഞിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പോകുന്നു. എന്താ ഈ പോലീസ് ഓഫീസർ പറഞ്ഞതെന്ന് ശെമ്പ ഹോജുൻജയോട് ചോദിക്കുന്നു.
നീ ആരെ തല്ലിയിട്ടായാലും റെന്റ് കൊടുക്കുമെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ ഷെമ്പയാണെങ്കിലോ ഒരു ഗുണ്ടകളെ പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ 3 പേരും ചേർന്ന് റെസ്റ്റോറന്റ് അടിപൊളിയാക്കി എടുക്കുകയാണ്. റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ദിവസമെത്തി. റിബൺ കട്ട് ചെയ്യുവാനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഷെമ്പ. ഇനി ആർക്ക് വേണ്ടിയിട്ടാ വെയിറ്റ് ചെയ്യുന്നത്? റിബൺ കട്ട് ചെയ്തോടെ എന്ന് ഹോജിൻജ ചോദിക്കുമ്പോൾ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരാനുണ്ടെന്നും അവൾ പറയുന്നു. നിനക്കിവിടെ ആരാ ഫ്രണ്ട്സ്? ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് ഹോജിൻജ പറയുമ്പോൾ അല്ല ദേ നോക്കിയെന്നവൾ പറയും. അപ്പോൾ നോക്കിയപ്പോൾ 5 പേർ അവിടേക്ക് വരുന്നു. ദേ അങ്ങോട്ട് നോക്കിയെന്ന് ഷെമ്പ പറയുമ്പോൾ 5 പേർ അവിടേക്ക് വരുന്നു. ഒന്ന് അവളുടെ റൂംമേറ്റായ പെൺകുട്ടി, രണ്ടാമത്തേത് അവർ താമസിക്കുന്ന അതേ ബിൽഡിങ്ങിന്റെ ടെറസിൽ വെച്ച് 2 പയ്യന്മാർ ഗിത്താറും ഡ്രംസും പ്രാക്ടീസ് ചെയ്യും. ആ പയ്യന്മാരുമായിട്ട് ഇടയ്ക്ക് ഷെമ്പ ഒന്ന് പ്രശ്നമുണ്ടായതാ. ഇപ്പോൾ അവർ നല്ല ഫ്രണ്ട്സാ. ഷെമ്പ കൊറിയയിൽ വന്നപ്പോൾ ഒരു കാമുകനും കാമുകിയും പ്രശ്നമുണ്ടാക്കിയപ്പോൾ അതിലവൾ ചെന്ന് ഇടപെട്ടില്ലേ, അതിൽ ആ കാമുകി പെൺകുട്ടിയും. മാത്രമല്ല ഷെമ്പ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഒരു പയ്യൻ തമിഴ് സോങ് വയലിൻ വായിച്ചില്ലേ, ആ ഒരു പയ്യനും അവിടേക്ക് എത്തുന്നു. മാത്രവുമല്ല ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവിടേക്ക് എത്തുകയാണ്. ഷെമ്പയ്ക്ക് പുതിയ ഫ്രണ്ട്സ് ഒന്നും കിട്ടിയത് ഹോജുൻജയ്ക്ക് അത്ര ഇഷ്ടമായതേയില്ല. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഹോട്ടൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാ. മാത്രവുമല്ല പാർട്ട് ടൈം ജോലിക്കായിട്ട് ഒരു പെൺകുട്ടിയും എത്തുന്നുണ്ട്. അവരുടെ കടയിലേക്ക് ഒരുപാട് പേർ വരുവാനായും തുടങ്ങി. എന്നാൽ ഒരു ദിവസം അവർ ഉണ്ടാക്കിയ ഒരു ഫുഡ് തീർന്നു പോയി. ഇനി എന്താ കൊടുക്കുക എന്ന് ചിന്തിച്ചു നിന്ന സമയത്തായിരുന്നു ഷെമ്പയ്ക്ക് അവളുടെ അച്ഛനുണ്ടാക്കുന്ന വെളുത്തുള്ളി റൈസിനെ കുറിച്ച് ഓർമ്മ വരുന്നു. ഉടനെ തന്നെ ഷെമ്പ ആ ഒരു വെളുത്തുള്ളി റൈസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കസ്റ്റമറിന് അത് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും വെളുത്തുള്ളി റൈസ് ആവശ്യപ്പെടുവാനായും തുടങ്ങി. അങ്ങനെ ഷെമ്പയുടെ വെളുത്തുള്ളി റൈസ് ഫേമസ് ആവുകയാണ്. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷെമ്പയും ഹോജുൻജയും സംസാരിച്ചു കൊണ്ടുവരികയായിരുന്നു. നിനക്കൊരു മാസം എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് ഷെമ്പ ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ഒരുപാട് കാശൊന്നും കിട്ടില്ല എന്നും അവൻ മറുപടി പറയുന്നു. അവനൊരു യൂട്യൂബ് ചാനലാണുള്ളത്. എന്നാൽ ഷെമ്പ പറയുന്നത് നീ വേറെ ഏതെങ്കിലും കണ്ടന്റ് ട്രൈ ചെയ്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ളവരെ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, മറ്റുള്ള രാജ്യക്കാരെയും ഫോക്കസ് ചെയ്യണം. ഒരു കാര്യം ചെയ്, മ്യൂസിക് ബാൻഡ് ഒന്ന് ട്രൈ ചെയ്യുവാനായിട്ടും അവൾ പറയുന്നു. മ്യൂസിക്കിന് ഒരുപാട് പേർ ആരാധകരുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ തമിഴ് സോങ് ഒക്കെ ഇല്ലേ, അതിന്റെ ലിറിക്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതേ മോഡലിൽ പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് നിങ്ങളൊരു മ്യൂസിക് ബാൻഡ് ആരംഭിക്കുവാനായിട്ടും അവൾ പറയുന്നു. അത് കേട്ട് ഹോജുൻജയും ഒന്ന് ചിന്തിക്കുകയാണ്. അന്നേ ദിവസം ഹോട്ടലിലേക്ക് എത്തുകയാണ് ഹോജുൻജയും ഷെമ്പയും. മാത്രമല്ല ഷെമ്പയുടെ കൂട്ടുകാരൊക്കെ ഡ്രംസ്, വയലിൻ, ഗിത്താർ ഇതൊക്കെ വായിക്കുന്നവരാണല്ലോ. മാത്രമല്ല ആ ഒരു കാമുകി പെൺകുട്ടി നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ബാൻഡ് ആരംഭിച്ചാലോ എന്ന് ഷെമ്പ ചോദിക്കും. അതിനവർ തയ്യാറാവുകയാണ്. പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് അവരുടെ കിച്ചൺ 7 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം പ്രാക്ടീസ് ചെയ്യുവാനായിട്ടും അവൾ പറയുന്നു. അങ്ങനെ അവർ പ്രാക്ടീസ് ചെയ്തു ഓരോ സോങ്ങൊക്കെ കമ്പോസ് ചെയ്യുകയാണ്. അതെല്ലാം വീഡിയോ എടുത്ത് ഹോജിൻജ ആണെങ്കിൽ തന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വീഡിയോസ് എല്ലാം വൈറലാവുകയും ഹോജിൻജയുടെ ചാനലാണെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. വീഡിയോ ഒരുപാട് പേരുടെ കയ്യിലെത്തുകയും ചെയ്യുന്നു. അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാട്ടിൽ നിന്നും അവളുടെ അച്ഛന്റെ സഹായിയെ സ്വാമിയുടെ കോള് വരികയാണ്. എന്നിട്ട് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് അവളോട് പറഞ്ഞത്. എന്തെന്നാൽ ഷെമ്പയെ പറ്റിച്ച മണിയില്ലേ, മണി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുക. എന്തെന്നാൽ അവന്റെ കൂട്ടുകാരൻ അവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. നിന്റെ കാശ് പറ്റിച്ചതിന്റെ പേരിലും നമുക്ക് കംപ്ലൈന്റ് കൊടുത്താൽ അവൻ എന്തായാലും പുറത്തിറങ്ങത്തില്ല എന്ന് സ്വാമി പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാണ് ഷെമ്പ കോള് കട്ട് ചെയ്ത് കളയുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ അമ്മയുടെ മകൻ അവരുടെ ഗ്രാനീസ് കിച്ചണിലേക്ക് ഫുഡ് കഴിക്കുവാനായി എത്തുകയാണ്. അവർ കൊടുത്ത ഫുഡ് കഴിക്കുമ്പോൾ തന്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ഫുഡിന്റെ ടേസ്റ്റ്. എന്തോ സംശയം അവന് തോന്നുന്നു. ആരായി ഫുഡ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുകയായിരുന്ന പെൺകുട്ടി ഞാനാണ് ഉണ്ടാക്കിയെന്ന് കള്ളം പറയുകയാണ്. അത് ഷെമ്പയും ആ അമ്മയും പറഞ്ഞേൽപ്പിച്ചത് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതും. ഉടനെ തന്നെ കാശും കൊടുത്തിട്ട് മകനാണെങ്കിലും നേരെ തന്റെ വീട്ടിലേക്ക് പോകുന്നു. അമ്മയ്ക്ക് ഈ ഒരു കാര്യം മനസ്സിലായി. ആ മകൻ എത്തുന്നതിന് മുൻപ് തന്നെ തനിക്ക് വീട്ടിലേക്ക് എത്തണമെന്ന് കരുതി അമ്മയും വേഗം വീട്ടിലേക്ക് വരികയാണ്. മകൻ അമ്മയുടെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴോ അമ്മ അവിടെ കിടപ്പിലാണ്. സത്യത്തിൽ ഈ അമ്മയ്ക്ക് നടക്കാൻ കഴിയത്തില്ല, സംസാരിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് മകൻ കരുതിയിരിക്കുന്നത്. മകൻ അറിയാതെയാണ് അമ്മ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതും. മകൻ കണ്ടുപിടിക്കാത്തതില് സന്തോഷിച്ച് സമാധാനത്തിലിരിക്കുകയാണ് അമ്മ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരൊരു മ്യൂസിക് ബാൻഡ് ആരംഭിച്ചില്ലേ, അവർക്ക് വലിയൊരു പ്രോഗ്രാമിൽ നിന്നും കോൾ വന്നിരിക്കുകയാണ്. ഇവരുടെ മ്യൂസിക് ബാൻഡിനെ ആ ഒരു പ്രോഗ്രാമിലേക്കും സെലക്ട് ചെയ്തിരിക്കുന്നു. എല്ലാവരും നന്ദി പറയുകയാണ് ഷെമ്പയ്ക്ക്. പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട്. ആ ഒരു
പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി പോകണമെങ്കിൽ ഇവർക്ക് ഒരുപാട് കാശ് വേണം. കാശില്ലാത്തതിന്റെ സങ്കടമായിരുന്നു. അപ്പോൾ ഷെമ്പയാണെങ്കിലോ തന്റെ കൈവശമുള്ള കാശെല്ലാം ആ ഒരു അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അവൾക്ക് ഓർമ്മ വരും. അച്ഛന്റെ കാശ് എന്നാലും തിരികെ കൊടുക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ താൻ ഇത്രയും നാൾ വർക്ക് ചെയ്തുണ്ടാക്കിയ കാശെല്ലാം ആ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നെങ്കിലും തന്റെ അച്ഛന് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ അമ്മ അത് സൂക്ഷിച്ചു വെച്ചിരുന്നതും. ഉടനെ തന്നെ ഷെമ്പ അമ്മയെ വിളിച്ചിട്ട് ആ കാശ് തനിക്ക് തരണമെന്നും പറയും. അമ്മ പറയുന്നത്, ഇത് നിന്റെ കാശാണ്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ നീ നിന്റെ അച്ഛന് തിരികെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കാശല്ലേ, അതെന്തിനാ നീ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മ്യൂസിക് ബാൻഡിന് വേണ്ടിയിട്ടാണെന്നും അവൾ പറയുന്നു. എന്നാൽ അമ്മയാണെങ്കിൽ ഒരു വിധത്തിൽ സമ്മതിക്കുന്നതേയില്ല. അവസാനം ഷെമ്പ ആ കാശ് തിരികെ വേണമെന്ന് തന്നെ പറയുമ്പോൾ, നിന്റെ കാശ് നീ എടുത്തോ, എനിക്കെന്തിനാന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടും. ഷെമ്പ കാശ് വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അമ്മ അവിടെ കാശെടുത്ത് വെച്ചിരിക്കും. ദേഷ്യത്തിലിരിക്കുക. ഷെമ്പ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ട്രാൻസ്ലേറ്ററിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. ഒരിക്കലും ഞാനിത് എന്റെ കാശാണെന്ന് പറഞ്ഞ അധികാരമൊന്നും അമ്മയോട് കാണിച്ചിട്ടില്ല. ഈ ഒരു കാശ് അവർക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ അവരും രക്ഷപ്പെടും. എനിക്കൊരിക്കലും അമ്മയുടെ മനസ്സിലൊരു കരടാകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആ അമ്മയെ അവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അമ്മ അവളോട് സന്തോഷത്തോടു കൂടി കാശ് കൊണ്ടുപോകുവാനായും പറയും. അതേ സമയമായിരുന്നു മകനും മരുമകളും വരുന്ന സമയമായി നമ്മ ഓർത്തതും പഴയതുപോലെ തന്നെ കട്ടിൽ കയറി കിടക്കുകയാണ്. ഷെമ്പ കാശുമായി പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു മകനും മരുമകളും അവളെ പിടിച്ചു നിർത്തുന്നത്. നിന്റെ ബാഗിൽ എന്താന്ന് ചോദിക്കുമ്പോൾ അവൾ ബാഗ് കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. ബാഗ് പിടിച്ചു വാങ്ങി നോക്കുമ്പോഴോ അതിൽ കുറെ കാശിരിക്കുന്നത് അവർ കാണുന്നു. നീ മോഷ്ടിച്ചു കൊണ്ട് പോവുകയാണെന്ന് ചോദിച്ച് വല്ലാതെ ബഹളമുണ്ടാകും. അവസാനം അവളെ പോലീസിൽ ഏൽപ്പിക്കുമെന്നായപ്പോൾ കട്ടിൽ കിടക്കുകയായിരുന്ന അമ്മ താഴേക്കിറങ്ങി വരുന്നു. നിർത്ത്, അത് ഷെമ്പയുടെ കാശാണ്, അവൾ സമ്പാദിച്ച കാശാണ്, അത് അവൾ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞ് ആ കാശെടുത്ത് അവളുടെ ബാഗിൽ വെച്ച് അമ്മ അവൾക്ക് കൊടുക്കുകയാണ്. എന്നാൽ തന്റെ അമ്മ അങ്ങനെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നത് കണ്ട് മകനും മരുമകളും ഞെട്ടിപ്പോകുന്നു. ഇത്രയും നാള് അമ്മ കിടപ്പിലാണെന്ന് പറഞ്ഞല്ലേ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതും. മാത്രമല്ല ആ ഒരു കിച്ചൺ നടത്തുന്നത് തന്റെ അമ്മയാണെന്നുള്ള കാര്യം ഇപ്പോൾ തന്റെ മകന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വലിയ വഴക്ക് തന്നെ നടക്കുന്നു. ഷെമ്പയോടമ്മ അവിടെ നിന്ന് പോകുവാനായും പറയുന്നുണ്ട്. എന്നാൽ മകൻ അമ്മയോട് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജോലിക്കായിട്ട് പോകുന്നത്? ഞങ്ങളുടെ മക്കളെ നോക്കി വീട്ടിലെ കാര്യം നോക്കി നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് മകൻ പറയുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള സന്തോഷമുണ്ട്, എൻ്റെതായിട്ടുള്ള സമാധാനവും ഫ്രീഡവും എനിക്ക് വേണം. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോൾ കുറച്ചു നാളെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് അമ്മ മകനുമായിട്ട് വലിയ വഴക്കാവുകയാണ്. ഒരു ഘട്ടത്തിൽ അമ്മ കുഴഞ്ഞു വീഴുന്നു. ഉടനെ തന്നെ അമ്മയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോവുകയാണ്. പക്ഷേ ഷെമ്പയൊന്ന് കാണുവാൻ പോലും അവർ സമ്മതിക്കുന്നതേയില്ല. ഷെമ്പയാണെങ്കിലോ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റൽ അന്വേഷിച്ച് കണ്ടെത്തി അവിടേക്ക് എത്തും. ഷെമ്പയെ ഒന്ന് അമ്മയെ കാണുവാൻ പോലും ആ അമ്മയുടെ മകൻ അനുവദിക്കുന്നതേയില്ല. ഷെമ്പ ആ മകന്റെ കാലിൽ വീണ് കെഞ്ചി കരയുകയാണ്. സഹതാപം തോന്നി അയാളാണെങ്കിലോ അമ്മയെ കാണുവാനായിട്ടും അനുവദിക്കും. അകത്തേക്ക് വരുന്ന ഷെമ്പയാണെങ്കിലോ അമ്മയെ കണ്ടതും കരഞ്ഞു പോകുന്നു. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുമ്പോഴും നിങ്ങൾ ഇതുപോലെ കിടക്കുകയായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഇതുപോലെ സങ്കടം വന്നില്ല. എന്നാൽ ഇന്നെന്റെ മനസ്സ് വേദനിക്കുക. ഞാൻ ഒരുപാട് കരയുന്നു നിങ്ങളെ ഓർത്തെന്ന് പറഞ്ഞ് അവൾ അമ്മയുടെ കൈ പിടിച്ചിരുന്ന് കരയുന്നു. പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് അവളാണെങ്കിൽ ആ ഒരു ട്രാൻസ്ലേറ്ററിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അവൾ പറയുന്നതെല്ലാം കേട്ട് അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരികയാണ്. ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടിയാണ് അവൾ ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്നത്. നേരെ വരുന്നത് അവരുടെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കും. അവിടെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. കാശ് കൊണ്ടുവന്ന് അവരെ ഏൽപ്പിക്കും. അവൾക്ക് എന്തോ സങ്കടമുണ്ടെന്നുള്ള കാര്യം ഓജൻജയ്ക്ക് മനസ്സിലായി. കാശ് കിട്ടി പ്രോഗ്രാമിന് പങ്കെടുക്കുവാനായി പോകുന്നതിന്റെ സന്തോഷമായിരുന്നു ബാക്കിയുള്ള കൂട്ടുകാർക്കും. അങ്ങനെ അവർ പ്രോഗ്രാമിനായും പോകുന്നു. പ്രോഗ്രാമൊക്കെ നല്ല രീതിക്ക് നടക്കുകയാണ്. അതേ സമയത്തായിരുന്നു ഷെമ്പയ്ക്കൊരു കോള് വരുന്നതും. മാത്രമല്ല അവളുടെ അതേ നാട്ടില് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നൊരു വാർത്തയും അവൾ കാണുകയാണ്. ആ ഒരു സ്ഥലം നോക്കുന്ന സമയത്ത് അവളുടെ വീടിരുന്ന അതേ സ്ഥലം തന്നെയായിരുന്നു ഉരുൾപൊട്ടലിൽ നശിച്ചു പോയിരിക്കുന്നതും. അത് കണ്ട ഷെമ്പയാണെങ്കിലോ താങ്ങാനാകാതെ തന്റെ സാധനങ്ങളും പാക്ക് ചെയ്ത് അപ്പോൾ തന്നെ നാട്ടിലേക്കും പോകുന്നു. കൂട്ടുകാരോടൊരു യാത്ര പോലും പറയാൻ കഴിയാതെയാണ് അവൾ അവിടെ നിന്നും പോയത്. നാട്ടിലേക്ക് എത്തുമ്പോഴോ അവളുടെ വീടിരുന്ന സ്ഥലത്ത് വലിയ വലിയ പാറക്കഷ്ണങ്ങളും ചെളികളും അടിഞ്ഞുകൂടിയിരിക്കുന്നു. അവൾ ആകെ തകർന്നു പോകുന്നു. ഉരുൾപൊട്ടലിൽ പരിക്കേറ്റവരെ എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഹോസ്പിറ്റലിലെത്തി അന്വേഷിക്കും. അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചോ എന്ന വേദനയോട് കൂടിയാണ് അവിടെ ആകെ അവൾ നോക്കുന്നത്. അപ്പോൾ ദേ അച്ഛനും അമ്മയും പിന്നെ അച്ഛന്റെ സഹായിയായിട്ടുള്ള സ്വാമിയും അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് അവൾക്കൊന്ന് സമാധാനമായത്. ഷെമ്പയെ കണ്ടതും അച്ഛൻ കരയുവാനായും തുടങ്ങി. ഷെമ്പ ഓടിച്ചെന്ന് അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ അവർ പുതിയ വീട്ടിലേക്ക് മാറുന്നു. ഷെമ്പ തിരിച്ച് കൊറിയയിൽ പോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേയില്ല. അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് അവൾ ഇപ്പോൾ നിൽക്കുന്നതും. സങ്കടപ്പെട്ട് നിൽക്കുന്ന ഷെമ്പയ്ക്കടുത്തേക്ക് സ്വാമി വരികയാ.
നിനക്ക് എന്താ പ്രശ്നം? അവിടെ നിന്ന് വന്നപ്പോൾ മുതൽ നീ എന്തോ പ്രശ്നം അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതാ ചോദിച്ചത്. പിന്നെ ആ മണിയില്ലേ, അവനിപ്പോൾ പഴയതുപോലൊന്നുമല്ല. അന്ന് നിന്നെ അവൻ ചതിച്ചിട്ട് പോയെങ്കിലും ഇപ്പോൾ അവന്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റമുണ്ട്. അവനാണെന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഇവിടേക്ക് വന്ന് അച്ഛനെയും അമ്മയും സഹായിച്ചതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും ഞാനന്ന് ഇവിടെ ഇല്ലായിരുന്നു. അവന്റെ സ്വഭാവം ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല. മാത്രമല്ല, അവൻ നിന്റെ നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ കൊടുക്കുകയും ചെയ്തു എന്നും സ്വാമി പറയുന്നു. അപ്പോഴേക്കും മണിയുടെ കോള് വരികയാണ്. എന്നാൽ ശെമ്പ അറ്റൻഡ് ചെയ്യുന്നതേയില്ല. മാത്രമല്ല, ഒരു ദിവസം ശെമ്പ നടന്നു പോകുമ്പോൾ മണി അവളുടെ പിന്നാലെ വരും. ശെമ്പയോട് സംസാരിക്കണമെന്നും പറയുകയാണ്. ഒരു ഘട്ടത്തിൽ അവൻ എന്താണ് പറയാനുള്ളതെന്നും അവൾ കേൾക്കുവാനായും തയ്യാറാകുന്നു. ഞാനെന്ന് നിന്നോട് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മാപ്പ് പറഞ്ഞാലൊന്നും ഒന്നും തന്നെ തീരാനായിട്ടും പോകുന്നില്ല. മാപ്പൊക്കെ പറഞ്ഞ് പഴയതുപോലെ ബന്ധം പുതുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് പതിയെ പതിയെ ഞാൻ തന്നു തീർത്തോളാമെന്നും അവൻ പറയുന്നു. എന്നിട്ടവൻ അവളോട് മനസ്സിൽ നിന്നും സോറി പറയുകയാണ്. അത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചിട്ട് താങ്ക്സ് എന്നാണ് അവനോട് തിരിച്ചു പറഞ്ഞത്. നീ അന്ന് എന്നോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിന്ന് അതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും മാപ്പ് പറഞ്ഞതിന്റെ ഒരു സമാധാനത്തിലായിരുന്നു മണിയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹോജിൻജയിൽ നിന്നും ഒരു വീഡിയോ ശെമ്പയ്ക്ക് വരികയാണ്. ഹോജിൻജെ അവന്റെ മനസ്സിലുള്ളതെല്ലാം അവളോട് തുറന്നു പറയുകയാണ്. എന്നാൽ അവൻ സംസാരിക്കുവാനായി തുടങ്ങുന്ന സമയമായിരുന്നു ശെമ്പ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ശെമ്പ ആദ്യമായിട്ട് കൊറിയയിലെ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് അവളുടെ അടുത്തേക്ക് ഒരു മജീഷ്യൻ വന്നില്ലേ, ആ മജീഷ്യൻ ധരിച്ചിരുന്ന അതേ മാസ്ക് തന്നെയാണ് ഹോജിൻജയുടെ പിന്നിലിരിക്കുന്നതും. അത് കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നു. ഹോജിൻജെ പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് നിന്നെ എയർപോർട്ടിൽ വെച്ച് കാണുന്ന സമയത്ത് നീ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും നിന്നോടൊപ്പം നിൽക്കണമെന്നും എനിക്കന്ന് തോന്നിയായിരുന്നു. ഇന്ന് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്നായിരുന്നു ഹോജുൻജെ പറഞ്ഞത്. തന്റെ അടുത്തേക്ക് അന്ന് ദൈവദൂതനെ പോലെ വന്ന വ്യക്തി ഹോജുൻജെയാണെന്നും അവൾക്ക് മനസ്സിലായി. അവൾ പുഞ്ചിരിക്കുകയാണ്. അതേ സമയം തന്നെയായിരുന്നു കൊറിയയിലുള്ള അവളുടെ 4 ഫ്രണ്ട്സും അവിടേക്ക് വരുന്നത്. മാത്രവുമല്ല, എല്ലാവരും അന്ന് അവളെ കെട്ടിപ്പിടിക്കുമ്പോഴും അവൾ ഹോജുൻജെ എവിടെയെന്നാണ് അന്വേഷിക്കുന്നതും. ഹോജുൻജെയും അവിടേക്ക് ചിരിച്ചു കൊണ്ടുവരുന്നു. കൂട്ടുകാരെ അവൾ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് നല്ല ആഹാരമൊക്കെ കൊടുക്കുന്നു. വീട്ടുകാർക്കൊക്കെ അവരെ ഒരുപാട് ഇഷ്ടമായി. ഒറ്റയ്ക്ക് നിൽക്കുന്ന ശെമ്പയ്ക്കടുത്തേക്ക് അച്ഛൻ വരികയാണ്. ആദ്യം നീ അവിടെ പോയപ്പോൾ എനിക്ക് എതിർപ്പായിരുന്നു. പക്ഷേ ഇത്രയും ദൂരത്തു നിന്നും നിന്റെ ഫ്രണ്ട്സ് നിന്നെ തേടി വരണമെങ്കിൽ നീ അവർക്ക് എത്രമാത്രം നല്ലൊരു ഫ്രണ്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവരെന്നോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, നിന്നെ തിരികെ കൊണ്ടുപോകണമെന്ന്. നീ എന്തായാലും അവരോടൊപ്പം പോകണം. ആദ്യം നീ കൊറിയയിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തിരുന്നു. എന്നാൽ പൂർണ്ണ മനസ്സോടുകൂടിയാണ് പറയുന്നത്, നീ കൊറിയയിലേക്ക് പോകണം. നീ അവിടെ പോയി സെറ്റിലായതിനു ശേഷം നീ ഞങ്ങളെ കൂടി കൊണ്ടുപോ. എന്താ, നിന്റെ അച്ഛനെയും അമ്മയും നീ അവിടേക്ക് കൊണ്ടുപോകില്ലേ എന്നും ശെമ്പയോട് അച്ഛൻ ചോദിക്കും. അത് കേട്ട് ശെമ്പ നിറ കണ്ണുകളുമായി അച്ഛനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ ശെമ്പ കൂട്ടുകാർക്കൊപ്പം വീണ്ടും കൊറിയയിലേക്ക് വരുന്നു. കൊറിയയിൽ വന്ന ഉടനെ തന്നെ ശെമ്പ നേരെ പോയത് ആ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ വീട്ടിൽ ആരും തന്നെ താമസമുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെടുകയും അവിടെ നിന്ന് നേരെ അവരുടെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കും വരുന്നു. റെസ്റ്റോറൻറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് തുറന്ന് അകത്തേക്കും കടക്കുകയാണ്. പഴയ കാര്യങ്ങളും അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നു. അപ്പോഴാണ് ഒരു കാര്യം നമ്മളെ കാണിക്കുന്നത്. അന്ന് ഹോജുൻജയ്ക്ക് നാട്ടിൽ ചെന്നില്ലേ, ആ സമയത്ത് ഹോജുൻജയോട് അമ്മയെക്കുറിച്ച് ശെമ്പ അന്വേഷിച്ചിരുന്നു. അപ്പോഴാണ് അമ്മ കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് കൊടുത്തത് ട്രാൻസ്ലേറ്റർ വഴി ഹോജുൻജെ ശെമ്പയെ കേൾപ്പിക്കുന്നത്. അതിലാ അമ്മ പറഞ്ഞത്, നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. ഞാൻ ആഗ്രഹിച്ചത് ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കണമെന്ന്. അതും എനിക്ക് നീ കാരണം ചെയ്യാൻ പറ്റി. നിന്നെ ഞാൻ എൻ്റെ മകളെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞ് വളരെ ഇമോഷണലായിട്ടാണ് അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അമ്മ അതിൽ പറഞ്ഞത്. അത് കേട്ട ശെമ്പയാണെങ്കിലോ, എനിക്കിപ്പോൾ അമ്മയോട് സംസാരിക്കണം, അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സങ്കടപ്പെടുത്തുന്ന ആ ഒരു വാർത്ത ഹോജുൻജെ ശെമ്പയോട് പറയുന്നു. അമ്മ ജീവനോടെയില്ല, മരണപ്പെട്ടു പോയിന്ന്. അന്ന് ശെമ്പ അവൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോയില്ലേ, അതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളും റെക്കോർഡ് ചെയ്തതിന് ശേഷം മരണപ്പെട്ടു പോയത്. എന്ന് ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു. ആ അമ്മയുടെ ഓർമ്മകളെല്ലാം തന്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വീണ്ടും ആ ഒരു റെസ്റ്റോറൻറ്റ് പഴയതുപോലെ ആരംഭിക്കുവാനായിട്ടും ശെമ്പ തീരുമാനിക്കുന്നു. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ റെസ്റ്റോറൻറ്റ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ആ ഒരു ആഗ്രഹം ശെമ്പ നിറവേറ്റുകയാണ്. എവിടെയെല്ലാം അവസാനിക്കുന്നു എന്ന് കരുതുന്നോ അവിടെ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു ഫീൽ ഗുഡ് മൂവി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.